കേരളം ഒഴികെ രാജ്യത്തെ മറ്റിടങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. പലയിടത്തും വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷമുയർത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാജ്യതലസ്ഥാനത്ത് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊരു തുടക്കമെന്ന് നമ്മൾക്ക് പറയാം. അത് വരും ദിവസങ്ങളിൽ ഈ തൊഴിലാളി കർഷക ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ സമരം. എന്നാൽ പതിവ് പോലെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. ദേശീയ പണിമുടക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഡൽഹി മെട്രോയും ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ദേശീയ പണിമുടക്കണമെങ്കിലും മുംബൈയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ജനജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചതായി കാണാൻ കഴിയില്ല. ചെന്നൈ സെൻട്രൽ റെയിൽവേ മൗണ്ട് റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദേശീയ പണിമുടക്ക് തമിഴ്നാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു. പാർലമെന്റ് ഇരുസഭകളിലും പണിമുടക്കിന് കാരണമായ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.